IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാമാന്യം നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു യുവാവ് ചെറിയ സാമ്പത്തിക പ്രയാസങ്ങളും തുടങ്ങിയപ്പോഴാണ് അയാൾ പണം വരാനുള്ള വിദ്യകളെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയത്. കർമ്മഫല ദോഷങ്ങൾ പറയുന്ന ചില യൂട്യൂബ് ചാനലുകൾ അദ്ദേഹം അങ്ങനെ എത്തിപ്പെട്ടു. തുടക്കം ആദ്യ കൗതുകത്തിന് കണ്ട വീഡിയോകൾ പിന്നീട് ഒരു ലഹരിയായി മാറി. തനിക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ടെന്നും ആരോ തനിക്കെതിരെ കൂടോത്ര ചെയ്യുന്നുണ്ടെന്നും അയാൾ വിശ്വസിക്കാൻ തുടങ്ങി. ചാനലുകൾ വഴി പരിചയപ്പെട്ട ഒരു ദിവ്യദൃഷ്ടിയുള്ള ആൾ പറഞ്ഞതനുസരിച്ച് തന്റെ മുൻ ജന്മത്തിലെ പാപങ്ങളാണ് ഈ ദോഷങ്ങൾക്ക് കാരണമെന്ന് അയാൾ ഉറപ്പിച്ചു. വീട്ടിലെ സ്വസ്ഥത അങ്ങനെ നശിക്കാൻ തുടങ്ങി. രാത്രികളിൽ അദ്ദേഹം പേടി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഞെട്ടി ഉണർന്നാൻ തുടങ്ങി. കുടുംബത്തിൽ മൊത്തത്തിലെ ഒരു മാനസികമായ തകർന്ന ഒരു അവസ്ഥ. ഈ ട്രോമ യുക്തിപരമായി ചിന്തിച്ചിരുന്ന അയാൾ പിന്നീട് പ്രേതബാധയെയും ശത്രുക്കളെയും ഭയന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കാൻ തുടങ്ങി. യൂട്യൂബിലെ ഓരോ പ്രവചനങ്ങളും തന്റെ ജീവിതത്തെ കുറിച്ചാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. ഒടുവിൽ മാനസിക ആരോഗ്യം തകർന്ന് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് വീട്ടുകാർ അയാളെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിക്കുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന കൗൺസിലിങ്ങിലൂടെ താൻ കണ്ട വീഡിയോകൾ തന്റെ തലച്ചോറിൽ സൃഷ്ടിച്ച ഭയത്തിന്റെ കെണിയിലായിരുന്നു താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല.